ഹായ് ഡിയേഴ്സ്, ഞാൻ ബാസില. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ടൊരു 3D എഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് എംബ്രോയിഡറി ഫ്ലവർ ചെയ്യാൻ നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബാസ്ക്കറ്റ് വീവിങ് സ്റ്റിച്ചാണ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈനിൻ്റെ ടോപ്പ് മുതൽ ബോട്ടം വരെ നമ്മളിങ്ങനെ ഓരോ ബാറുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ബാറുകൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഫുള്ളായിട്ട് അടുപ്പിച്ച് ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യരുത്, സാറ്റിൻ സ്റ്റിച്ച് പോലെ സ്റ്റിച്ച് ചെയ്യരുത്. കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ സ്റ്റിച്ചുകൾ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ഫുള്ളായിട്ട് ഇങ്ങനെ ബാറുകൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇതിനെ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ വീവിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്തെടുക്കുക. സൂചി മുകൾക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തയ്ച്ച ബാറുകളുണ്ടല്ലോ അത് ഒന്നിടവിട്ട് ഇങ്ങനെ കോർത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്ന് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മറ്റേ അടുത്ത ബാറ് താഴെ, പിന്നെ അതിൻ്റെ മുകളിൽ, പിന്നെ താഴെ, പിന്നെ മുകളിൽ, താഴെ, ഈ രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ സൂചി നമ്മളെ ക്ലോത്തിൽ തട്ടാൻ പാടില്ല. ഈ ബാറിൽ മാത്രം ഇങ്ങനെ കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഒരു വരി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരി തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ വരിയിൽ നമ്മൾ താഴെ ചെയ്തിരുന്നത് പിന്നത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ ആ ബാറിനെ നമ്മൾ മുകളിലേക്കാക്കി കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ വരീൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് രണ്ടാമത്തെ വരി ചെയ്തു പോകേണ്ടത് കേട്ടോ. പിന്നെ ഓരോ വരി കോർത്ത് കഴിയുന്ന സമയത്തും അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വരിയിലേക്ക് ഇങ്ങനെ നൂല് അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ ആ ലൈൻ ഉണ്ടല്ലോ അത് അതിൻ്റെ തൊട്ട് മുന്നത്തെ ലൈനിലേക്കൊന്ന് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ആ ഒരു കറക്റ്റ് നീറ്റ്നെസ്സിൽ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നൂല് കോർത്തെടുക്കുന്ന സമയത്ത് സൂചീൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കോർത്തെടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ബാക്ക് സൈഡ് കൊണ്ടല്ലേ കോർക്കുന്നത്, അതാകുമ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് കോർത്തെടുക്കാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പെറ്റൽസും ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൂവൺ പിക്കോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ മുട്ട സൂചിയില്ലേ അത് ആവശ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ വലിയ നീഡിൽ കുത്തി വെച്ചാലും മതി. അത് ഇതുപോലെ പെറ്റലിൻ്റെ ടോപ്പിൽ നിന്ന് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതുപോലെ പെറ്റലിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ആ സൂചിയിൽ നമ്മൾ കുത്തി വെച്ച മുട്ട സൂചിയിൽ ജസ്റ്റ് കോർത്ത് വെച്ചിട്ട്
മറ്റേ സൈഡിലേക്ക് കുത്തിയെടുക്കാം. എന്നിട്ട് അതിലൊരു 5 സ്പോക്കാണ് നമ്മൾ ചെയ്യുന്നത് പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 2 തവണ ഈ സൂചിയിൽ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് പിന്നെ 3ാമത്തെ തവണ എടുക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് കുത്തിയിട്ട് ആ സൂചിൻ്റെ മുട്ടുസൂചി ചെയ്തില്ലേ, ആ മുട്ടുസൂചിൻ്റെ ടോപ്പിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തില്ലേ ആ വൂവൻ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സൂചിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഓരോ വരി ഇങ്ങനെ ആദ്യം നമ്മൾ വീവൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതേപോലെ തന്നെ ഇതിൽ താഴേക്ക് മേലേക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കോർത്തെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കണം. അധികം സൈഡിലേക്ക് അധികം വലിക്കാൻ പാടില്ല കേട്ടോ. നൂല് അധികം വലിക്കാതെ മേലേക്ക് ഇങ്ങനെ ജസ്റ്റ് അടുപ്പിച്ച് കൊടുക്കുക. നൂല് അതിൻ്റെ തൊട്ട് മുന്നത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് മാക്സിമം എത്രത്തോളം അടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങനെ അടുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സൈഡിലേക്ക് അധികം വലിക്കാൻ പാടില്ല. ഈ സമയത്ത് ഇങ്ങനെ നല്ലോണം വലിക്കരുത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് മേലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക. നൂലധികം വലിക്കാതെ ചെയ്യാൻ നോക്കണം കേട്ടോ. അധികം ലൂസായിട്ടല്ല, ഒരു ചെറിയൊരു മീഡിയം ലൂസിൽ ഇങ്ങനെ ചെയ്യുന്നതാവും ഒന്നുകൂടെ നല്ലത്. അതിപ്പോഴാണ് ആ പെറ്റലിൻ്റെ വീതി നല്ല രീതിയിൽ കിട്ടുള്ളൂ. മറ്റേത് പറ്റ മെലിഞ്ഞു പോകും പെറ്റൽസ്. പിന്നെ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോർത്തെടുക്കുന്ന സമയത്ത് ക്ലോത്തിൽ തട്ടാതെയാണ് കേട്ടോ കോർത്തെടുക്കുന്നത്. നമ്മൾ ആ ബാറ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ സ്റ്റിച്ചിൽ മാത്രം ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്തിലേക്ക് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് അടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് കിട്ടും കേട്ടോ. ഫില്ല് ചെയ്ത ശേഷം ലാസ്റ്റാണ് നമ്മൾ ക്ലോത്തിൽ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഓരോ പെറ്റലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറക്കാതെ താഴെ നോട്ടിട്ട് വെക്കണം. കെട്ടിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അത് നൂല് വലിഞ്ഞു പോരും കേട്ടോ. ഓരോ പെറ്റൽ ചെയ്യുന്ന സമയത്തും ഇതുപോലെ ബാക്കിൽ സ്റ്റിച്ച് എടുത്തിട്ട് ഇങ്ങനെ കെട്ടിട്ട് വെക്കാം. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ അവിടെ, അതിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ മുട്ട് സൂചി ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇതാ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഓരോ പെറ്റൽസും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചാണ് കേട്ടോ. അത് ഞാൻ ഒന്ന് വലിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മെലിഞ്ഞ് നിൽക്കണുണ്ടോ, മറ്റേതിനെ അപേക്ഷിച്ച് ഒന്ന് തടി കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ചെയ്യുന്ന സമയത്തൊന്ന് ലൂസിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കാണാൻ പറ്റിയിട്ടുണ്ടാവും കേട്ടോ.
ഞാൻ ഈ പെറ്റൽ ചെയ്യുന്ന സമയത്ത് ഈ നൂല് പെറ്റൽ കംപ്ലീറ്റ് ആക്കാനുള്ള നൂല് തികയാതെ വന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് സൂചി മുകളിലേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഇങ്ങോട്ട് മുകളിലൊന്ന് നോട്ടിട്ട് കൊടുത്തു. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഒന്ന് കാണാത്ത രീതിയിൽ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ട് പിന്നെ അവിടെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ രണ്ടാമത് നൂലെടുത്ത് ചെയ്യുന്ന സമയത്തും ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ കാണാത്ത രീതിയിൽ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുകയാണ് ചെയ്തത് നൂല്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു നോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ, ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്തതിനെ പോലെ തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ നൂല് ചിലപ്പോൾ ഫുള്ളാക്കാനുള്ള നൂല് തികയാതെ വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇറക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് പോവും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ആദ്യം വരച്ച ഡിസൈനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് ഹീറ്റ് ഇറേസബിൾ പെൻ, നമ്മൾ ഫ്രിക്സിയൻ പെൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ ഇങ്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫ്ലവറിൻ്റെ സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഡിസൈനൊന്ന് 3D എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാണാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ക്രോഷ്യോ വർക്കൊക്കെ ചെയ്യുന്ന യാണില്ലേ, അത് യാണ് സൂചിയിൽ കോർത്തിട്ടാണ് ഞാൻ അതിൻ്റെ സ്റ്റെമ്മ് ഫസ്റ്റ് അതിൻ്റെ ഇന്നർ പാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ യാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മളെ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട് ഓവർ കാസ്റ്റിംഗ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഓവർ കാസ്റ്റിങ് ചെയ്ത് തുടങ്ങി ഞാൻ. അപ്പോൾ അതിലേറെ നല്ലത് ഒന്നും കൂടെ കൗച്ചിങ് ചെയ്തിട്ട് ആ ഒരു യാണിനെ അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കണം. ആ ഒരു ഡിസൈനിൻ്റെ പൊസിഷന് കറക്റ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുള്ള് താഴെ വരെ കൗച്ചിങ് സ്റ്റിച്ച് കൊടുത്തു കേട്ടോ ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഓവർ കാസ്റ്റിങ് ചെയ്തത്. കൗച്ചിങ്ങും ഓവർ കാസ്റ്റിങ്ങും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കൗച്ചിങ് എന്ന് പറയുമ്പോൾ വിട്ട് ആ ഒരു യാണിനെ അവിടെ ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ഓവർ കാസ്റ്റിങ് പറഞ്ഞാൽ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് താഴെയുള്ള ആ യാണ് കാണാത്ത രീതിയിൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ എംബ്രോയിഡറി ത്രെഡ് ഇങ്ങനെ കോർത്തെടുക്കുന്നതിനെയാണ് ഓവർ കാസ്റ്റിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ
ഫ്ലവറിൻ്റെ തണ്ടും ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ലീഫ് ബാക്കിയുണ്ട് അല്ലേ, ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലൈ സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്തത്. ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ല ഭംഗിയിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് ലീവ്സൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഫ്ലൈ സ്റ്റിച്ചിന് തന്നെ നമുക്ക് വേറെ 2 പേരും കൂടി ഉണ്ട് കേട്ടോ. വി സ്റ്റിച്ച്, ഈ വൈ സ്റ്റിച്ച് എന്നൊക്കെ പറയുന്നതും ഈ ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. ഫ്ലൈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ലീഫിൻ്റെ 2 സൈഡിൽ നിന്നും സൂചി കുത്തിയെടുത്തിട്ട് നൂല് കുത്തിയെടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ അതിനെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചും പിന്നെ ഈ ലൈസി ഡേസി സ്റ്റിച്ചൊക്കെ ചെയ്യില്ലേ, ആ ഒരു മെത്തേഡിൽ ലൈസി ഡേസി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കർവ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് അവിടെ നോട്ടിട്ട് വെക്കുമല്ലോ, ആ ഒരു മെത്തേഡിൽ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ലൈൻ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് പോലെ ഇങ്ങനെ നല്ല കുഞ്ഞു ബാക്ക് സ്റ്റിച്ച് കിട്ടും. പിന്നെ ബാക്കി പോർഷൻസും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കവർ ചെയ്ത് പോകും. ആ ഒരു മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ ഓക്കെ, ബായ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.